രാഹുൽ സൂക്ഷിക്കുക, കേക്കച്ചൻ അടങ്ങിയിരിക്കില്ല, ഇനിയും പണി തുടരും. ഒന്നാം വ്യാജ ബലാത്സംഗ പരാതിയുടെ മുൻകൂർ ജാമ്യ ഉത്തരവിൽ പറഞ്ഞ ആ വ്യവസ്ഥയനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം ഇന്ന് പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരായി. ന്യൂസ് 18 മാത്രമേ ഇന്ന് ആവേശമുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരും വലിയ ആവേശമൊന്നും ഈ വിഷയത്തിൽ ഇന്ന് കാണിച്ചില്ല. കാരണം അവർക്കറിയാം, കോടതിയിൽ ചീറ്റിപ്പോയ ഈ വ്യാജ പടക്കത്തിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന്. പോലീസിന് മുകളിലും വലിയ പ്രഷറൊന്നും ഇല്ലാതിരുന്നതിനാലാവണം അവരും വലിയ ആവേശമൊന്നും ഇന്ന് കാണിച്ചില്ല. പക്ഷേ രാഹുലും കേരളത്തിലെ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളും ഒരു കാര്യം കരുതിയിരിക്കണം: ഈ തേങ്കണി സതീശൻ സോഷ്യൽ സൈക്കോപാത്ത് ഇതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കും എന്നാരും കരുതരുത്. ഇതുപോലെയുള്ള സർട്ടിഫൈഡ് പിതൃശൂന്യ പരിപാടികളുമായി ഇവൻ ഇനിയും വരും. തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് വരെ അവൻ ഇതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. രാഹുൽ ഊരിയ നിക്കറുകളുടെ എണ്ണമെടുക്കുവാൻ നെട്ടൂർ കേക്കച്ചൻ തൻ്റെ കൂട്ടുകാരി പറവൂർ ജയന്തിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് വിവരം. ആരെയും കിട്ടിയില്ലെങ്കിൽ രാഹുൽ തന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കേക്കച്ചൻ തന്നെ രംഗത്തിറങ്ങും. കാരണം ഈ നുണേശനെ, ഈ അൽപ്പച്ചനെ, ഈ ഒതുക്കീശനെ കാണുമ്പോൾ ഇന്ന് കേരളത്തിലെ അമ്മമാർ ചോദിക്കുന്നത്, ഡാ തേങ്കണി സതീശ, എവിടെ പോയടാ നിന്റെ ബോധ്യങ്ങൾ എന്ന്. അതുകൊണ്ട് ഈ കാർക്കോടകൻ അടങ്ങിയിരിക്കില്ല. നാടിത്തരങ്ങൾ ശക്തിയായി തുടരുക തന്നെ ചെയ്യും. രാഹുലിനോട് ജനങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നു: രാഹുലേ, നീ നല്ലവനായ ഉണ്ണി കളിച്ച് വീട്ടിലിരിക്കരുത്. ഈ കോൺഗ്രസ്സുകാരെ സ്വപ്നത്തിൽ നമ്പരുത്. നമ്പിയാൽ അത് തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഉപസംഘടന ഉണ്ടാക്കുവാൻ നെട്ടൂർ കേക്കച്ചൻ്റെ കുഞ്ഞമ്മയുടെ പെർമിഷനോ NOCയോ ഒന്നും വേണ്ട എന്ന് മനസ്സിലാക്കുക. ഇന്ന് രാഹുലിൽ നിന്ന് തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 126ാം ദിനം. ഓരോ ദിവസം കഴിയും തോറും ചെമ്പ് തെളിയുന്ന ആ നെട്ടൂർ കേക്കച്ചൻ പറവൂരിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ തോൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ഇന്ന് ലഭിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് ഗായത്രി, എറണാകുളം. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കും അങ്ങനെ ഉറപ്പുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാറിന് ഉറപ്പുണ്ടോ? നമുക്കെങ്ങനെ പറയാൻ പറ്റും? അത് അയാളല്ലേ പറയണ്ടേ? അല്ല, എന്താ അതിന്റെ ഉദ്ദേശം എന്ന് അറിയുന്നില്ലല്ലോ നമുക്ക്. കാരണം ഇങ്ങനെ എപ്പോഴും വീട്ടിൽ കയറി ഇരിക്ക, അങ്ങനെയാണോ ഈ ചിന്തിക്കുന്നത്? അല്ല, ഇത്രയും കാലം ഇപ്പൊ സാറിന്റെ ചാനലിലേക്ക് എന്നെയല്ല, ഞാനല്ല ഉദ്ദേശിക്കുന്നത്, ഒരുപാട് അമ്മമാര്, വയസ്സന്മാരായ അപ്പന്മാരൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എത്രയോ അമ്മമാര് അമ്പലങ്ങളിൽ പോയി വഴിപാട് നടത്തുന്നുണ്ട്, കരയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവൻ കേൾക്കാതിരിക്കുകയാണോ? അതാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാനുള്ളത്. ഇത്രയും അമ്മമാര്, അവന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടല്ല അവൻ ഇപ്പൊ ഇതുവരെ ഇരിക്കുന്നത്, ജീവനോടെ, കേസിന്റെ ജീവനോട് ഇരിക്കുന്നത്. ഒരു മനസ്സിന് ഒരു ബുദ്ധിമോശം തോന്നിയ, പക്ഷെ എത്രയോ അമ്മമാരെ പ്രാർത്ഥന കൊണ്ടാണ് അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ വാക്കല്ല, സാറിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അവനറിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനത് കേൾപ്പിച്ചു കൊടുത്താൽ ആ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വീട്ടിൽ കയറി ഇപ്പൊ കുത്തി ഇങ്ങനെ ഇരിക്കില്ല. ഇപ്പൊ അല്ല, അതിനുവേണ്ടി ഒരു പ്രയത്നിക്കാൻ നോക്കും. ഈ പാർട്ടിക്കാര് പറയുന്നത് കേട്ടിട്ട് ജനങ്ങളെ വെറുപ്പിച്ചാൽ ഇന്ന് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എത്രയോ അമ്മമാര് നാളെ അവനോ വെറുത്തു പോവില്ലേ? നമ്മളെ ഒരു വാക്ക് കേട്ടില്ലല്ലോ എന്ന് ചിന്തിക്ക. ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും. ഓരോരോ അമ്മമാർക്കും നിരാശ. ആ നിരാശ അവനത് ബാധിക്കും. അന്ന് നമ്മൾ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഇന്ന് ഇവനെ പാർട്ടിക്കാരെടുക്കുമ്പോൾ മാത്രമാണ് ഇവന് ജനങ്ങൾ ആവശ്യം. പാർട്ടിക്കാർ പുറത്താക്കുമ്പോൾ ജനങ്ങൾ അവിടെ നിന്നിട്ട് അവൻ പോരാടണം. ഈ രാഹുലിനെതിരെ ഇത് കൃത്യമായ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് ചെയ്ത പ്രവർത്തനങ്ങളാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും നാട്ടുകാർ രാഹുലിനോടൊപ്പം നിൽക്കുന്നത്. അന്നേരം ഇപ്പോൾ അത് മനസ്സിലാക്കി രാഹുല് വീണ്ടും യുവമാരുടെ കനിവ് പ്രതീക്ഷിച്ച് അടിമയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി പോവും. അയാൾ മുന്നോട്ടിറങ്ങി വന്ന് ഒന്നേ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിൽക്കുകയോ അല്ലെ കോൺഗ്രസിന്റെ മറ്റൊരു ഘടകകക്ഷി എന്ന പേരിൽ ഇയാൾ ഒരു പുതിയ സംവിധാനം രൂപീകരിക്കുകയോ ചെയ്ത് മുന്നോട്ട് വന്ന ആ പഴയ ഡെയറിംഗ് ആയിട്ടുള്ള രാഹുലിനെയാണ് ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി തീർന്നു. ഇപ്പൊ സാറിന്റെ പോട്ടെ, സാർ ഇപ്പൊ ആർക്ക് വേണ്ടിയല്ല. ഇപ്പൊ സാറിന് ഇപ്പൊ ഒരുപാട് കേസൊക്കെ ഉണ്ടായിരുന്നു. പണ്ടെന്നെ ഇപ്പം പിണറായി കണ്ടില്ലേ, എല്ലാം എടുത്തു കൊണ്ടുപോകുന്ന ഒരു ഇതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു സാറിന്റെ ഇതില്. ഇപ്പൊ ഈ കേസിൽ രാഹുൽ വിഷ്ണു എനിക്കെതിരെ 4 കേസ്, അതായത് ലക്ഷങ്ങൾ ഞാൻ മുടക്കി ഈ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ മുടക്കിയാണ് ഇയാൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നത്.
പലരും ഓർത്തേക്കുന്നത് രാഹുലിന്റെ ഇത് പണം മേടിച്ചിട്ടോ അല്ലെ രാഹുലിന്റെ PR പണിയാണ് നമ്മൾ ചെയ്യുന്നതെന്നാ. എനിക്കൊന്നേ പറയാനുള്ളൂ, രാഹുലിന്റെ ആൾക്കാർ അറിയുന്ന ഒരാൾ ഈ സാറിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കേൾപ്പിച്ചു കൊടുത്ത് സാറിനൊരു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇച്ചിരി മനസ്സാക്ഷി ഈ കരയുന്ന അമ്മമാരെ കണ്ണീര് കാണാതെ പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എത്രയോ അമ്മമാര് എത്ര അമ്പലങ്ങളിൽ നേർച്ച പറയുന്നുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പം രാഹുൽ ഇങ്ങനെ മൂലക്ക് ഇരിക്കാനാണ് ഇപ്പൊ ഉദ്ദേശമാണെങ്കിൽ അവൻ എന്നും സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, എന്നും മൂലക്കായി പോകും. കാരണം അവന്റെ തകർച്ച കാണാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവൻ കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. കാരണം ഇവൻ തന്റേടുള്ള ഒരാളാണെങ്കിൽ ഇവൻ ഇത്രയും തന്റേടും ഇല്ലാത്ത ഒരാളാണെന്ന് നമുക്കിപ്പോ തോന്നില്ല. കാരണം ഇത്രയും തന്റേടുള്ള ഒരു ചെറുക്കനാന്ന് വിചാരിച്ച ചെറുക്കൻ ഇപ്പം ഇവന്മാരെ ഇതിൽ ഇങ്ങനെ നിന്നിട്ട് എന്നാ പറയണ്ടത്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്. ഇങ്ങനെ മൂലക്കിരുന്ന് ജീവിതകാലം മൊത്തം വെറുതെ മൂലക്കിരുന്ന് രാഹുൽ മാങ്കൂട്ടം പേര് ഭൂമിയിൽ നിന്ന് അസ്തമിക്കാൻ വേണ്ടിയാണോ ഇവന്റെ പ്ലാൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഭയങ്കര സങ്കടമുണ്ട്. കാരണം കോൺഗ്രസ് ഒരു 5-6 വർഷം മുമ്പിലെ എന്റെയൊക്കെ കൊച്ചു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇവൻ ഈ ഇതിൽ വന്നോണ്ടിരിക്കുന്നത്, ഈ എൻകൗണ്ടർ അങ്ങനെയൊക്കെയുള്ള സമയത്ത്. ആ സമയത്ത് കോൺഗ്രസ് ഒന്നും അല്ലാതിരുന്നൊരു സമയത്ത് ഒരു 5 വർഷമായി ഇങ്ങനെ ഉയർത്ത് വന്നതൊക്കെ ഈ ചെറുക്കന്റെ ഒക്കെ ഇതുകൊണ്ടാണ്. ഈ ചെറുപ്പക്കാർ പിള്ളേര് വരെ ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു ഇതിലാണ് പിള്ളമാര് ചെറുപ്പക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. പിന്നെയാണ് കോൺഗ്രസ് ഒരു ഇച്ചിരി പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, സാറിന്റെ ഈ ചാനലിലൂടെ ഈ കാണുന്ന കരയുന്ന അമ്മമാരെ കണ്ണീര് ഇന്ന് രാഹുൽ മാങ്കൂട്ടം കണ്ടില്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി അവന്മാര് കുറക്കുന്ന കേട്ടിട്ട് മൂലക്കിരിക്കാനാണ് ഇനി ഏതാളും. ഇപ്പൊ ഞാൻ തുറന്നു പറയാം, അവന്റെ ഏട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായാലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് വെള്ളമിറങ്ങാണ്ട് അവൻ വിഴുങ്ങി മൂലക്കിരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്ലാൻ ആണെങ്കിൽ ഈ മണ്ണെന്ന് അടുത്ത ഇലക്ഷന് കോൺഗ്രസിന് ഇത് കിട്ടും എന്നൊക്കെ ഇല്ല പ്ലാനില്, കിട്ടിക്കഴിയുമ്പോ നിന്നെ ഞങ്ങൾ രാജാവാക്കാന്നൊക്കെ പറഞ്ഞില്ല പ്ലാൻ ആണെങ്കിൽ അതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരയായിരിക്കും. കാരണം കിട്ടിയാലും അമ്മമാര് ഈ ചെറുക്കനെ തഴയും, അത് ഉറപ്പാ, തഴയും. അങ്ങനെയൊക്കെ വ്യാമോഹം കൊടുത്തിട്ടാണ് ഈ ചെറുക്കൻ പാവം മൂലക്ക് ഇരിക്കുന്നതാണെങ്കിൽ അവൻ ഇത്രയും വിവരമുള്ള ചെറുക്കനാണെങ്കിൽ ഇതൊന്നും അവൻ വിശ്വസിക്കരുത് എന്നാ ഞങ്ങൾക്കൊക്കെ പറയാനില്ല. പിന്നെ ഈ അമ്പലങ്ങളിൽ പോയി കരയുന്ന അമ്മമാരെ കണ്ണീര് ഇന്ന് അവൻ കണ്ടില്ലെങ്കിൽ നാളെ പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ കാണാണ്ട് തഴഞ്ഞതിന്റെ വേദന അവൻ അനുഭവിക്കേണ്ടി വരും. കാരണം അവൻ തൻ്റെ ഉള്ളൊരുത്തനാണ്. അവൻ തൻ്റെ ഇടത്തോടെ കാണിച്ചു കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. തോറ്റോട്ടെ, ജയിച്ചാലും തോറ്റാലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. ജയിച്ചാൽ അവന്റെ വിജയമാണെന്ന് ഈ കരയുന്ന അമ്മമാരെയൊക്കെ ചിന്തിച്ചോളും. അവൻ തോറ്റുപോയാലോ അന്ന് ചിന്തിക്കുക, ഈ കരയുന്ന അമ്മമാരെയൊക്കെ തോൽവിയാണ് അവന്റെ തോൽവി എന്ന് പറയണ്ട, ഈ കരയുന്ന അമ്മമാരെ അപ്പന്മാരെ സഹോദരന്മാരെയൊക്കെ തോൽവിയാണെന്ന് ചിന്തിച്ചാൽ മതി. കാരണം അവൻ നല്ലൊരാളാണെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കണം. സത്യ അതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. കാരണം അവനോട് ഇപ്പം സാറിന് അറിയുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് ഈ ചാനലിൽ എത്തിക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം അവൻ കാണണം ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാര് ഏതൊക്കെ സ്ഥലത്ത് ഇരുന്നും കരയുന്നും പ്രാർത്ഥിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടി? അവരുടെ മക്കൾക്ക് വേണ്ടിയാണോ? അല്ല. അപ്പൊ അവൻ എന്തുകൊണ്ട് ഇവരൊക്കെ കണ്ണീരിന് ഒരു വിലയില്ലാണ്ടാക്കിയല്ലേ രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നേ? അല്ലേ? അവന്റെ അമ്മ കരയുന്ന കണ്ണീരിന് അവന് വിലയുണ്ടെങ്കിൽ ഈ ആയിരക്കണക്കിന് അമ്മമാര് കരയുന്ന കണ്ണീര് അവൻ കാണണ്ടേ? തോറ്റോട്ടെ, അവന്റെ കൂടെ ആളില്ലാന്ന് അപ്പൊ അവനും മനസ്സിലാവും, നമ്മൾക്കും മനസ്സിലാവും. പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കൂന്ന് ആണെങ്കിൽ പാർട്ടിക്ക് പുറത്തുണ്ടാകുമ്പോ അവന്റെ കൂടെ ആളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോ അവനെ ജയിപ്പിച്ചാലാണ് അവന്റെ കൂടെ ആൾക്കാരുണ്ടോന്ന് അവനും മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ ഘോരം പറയുന്നവരും മനസ്സിലാവുമല്ലോ. അതാണ് അവൻ ഇറങ്ങിയപ്പോ കളിക്കേണ്ടത് ഇപ്പോഴാണ്. അത് അവൻ തൻ്റെ ഉള്ളൊരു കുട്ടിയാണെങ്കിൽ അവൻ ഇറങ്ങേണ്ട സമയം ഇപ്പോഴാണ്. അവൻ ഇറങ്ങണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. അവൻ മൂലക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രാഹുലെ നിന്റെ ജീവിതം വെറുതെ ആവും. നീ ഇത്രയും വർഷം പ്രയത്നിച്ചതും പോലീസുകാരെ അടികൊണ്ട് നിന്റെ ശരീരം പോയതും വേറെ ആരുടെ ശരീരമല്ല. പ്രായം കൂടുമ്പോ അവന്റെ ആ ശരീരത്തിലെ അടികൊണ്ട് അവയവങ്ങൾക്കൊക്കെ ഇത് വരും. ആരും അവനെ തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് അവൻ അതൊക്കെ വേദന അനുഭവിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആരെ വാക്കും കേൾക്കരുത്, സ്വതന്ത്രനായി നിൽക്കണം. എത്ര സ്ഥലത്താണോ എത്ര സ്ഥലത്ത്. പാലക്കാട് നിൽക്കാൻ അവരെ വിടുന്നില്ല, എങ്ങനെയും വിടുന്നില്ലെങ്കിൽ അവൻ എത്രയോ സ്ഥലത്തുണ്ട് മറ്റുള്ള ശത്രുക്കൾ നിൽക്കുന്നിടത്ത്. അവിടെ നിർത്തണം. പാലക്കാട് നിൽക്കണം. തോറ്റാലും ജയിച്ചാൽ എനിക്ക് ലാസ്റ്റ് പറയും, ജയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയമാണെന്നും തോറ്റാൽ അവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച അമ്മമാര് പരാജയമാണെന്നും കൂട്ടിയാൽ മതി. പരാജയം അവൻ്റെതല്ല, നമ്മുടെ പരാജയം എന്ന് വിചാരിക്കാം. സത്യമാണ്. അവനോട് ഇറങ്ങി പുറപ്പെട്ട് കളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ മൂലക്കാവും. ഞാൻ ബോംബെന്ന് വിളിക്കുന്നത്. ഞാൻ മലപ്പുറം ജില്ലയിലാണ് പൊന്നാനി താലൂക്കിലാണ് താമസിക്കുന്നത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ എന്താണ് സാറേ, എന്താണ് കേക്കച്ചനും കാര്യങ്ങൾ എന്താണ് അവരുടെ തീരുമാനങ്ങൾ ഒന്നും മനസ്സിലാവണില്ല.
ഞാൻ സാറിന്റെ യൂട്യൂബ് ചാനൽ ഫുള്ള് ഇത് കണ്ടോണ്ട് നടക്കുന്ന ആളാണ്. ഈ ബോംബെ കിടന്നിട്ട് സാറിന്റെ യൂട്യൂബ് ചാനൽ മാത്രമേ കാണുള്ളൂ. എന്തുകൊണ്ടാണ് കാണുന്നില്ലേ, അത് കറക്റ്റ് ഒരു തീരുമാനമാണ് സാറിന്റെ തീരുമാനം. നമ്മൾ പറഞ്ഞെല്ലാം അതുപോലെ സംഭവിച്ചില്ലേ? വളരെ കറക്റ്റ്. സാറിന്റെ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഞാൻ ബോംബെ കിടന്നിട്ട് ഇത് ഈ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത്രയും കറക്റ്റുള്ള കാര്യങ്ങളാണ് സാറിന്റെ കാര്യങ്ങൾ. ബറാബർ നമുക്ക് പാലക്കാട് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുമോ? അത് തീരുമാനം എടുക്കേണ്ടത് പുള്ളിയാണ്. തീർച്ചയായിട്ടും സാറ് തീരുമാനിച്ചാൽ നടക്കും. സാറ് കട്ടക്ക് നിൽക്കുന്ന ആളാണ്. സാറിന് ഒരാളെയും പേടിക്കും. സാറിന് ഇതിന്റെ പേരിൽ മറ്റേ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരുമോ? ഞങ്ങൾക്ക് പേടിയാണ്. കേസുകൾ വന്നോണ്ടിരിക്കുമല്ലേ, വരട്ടെന്ന് ഇനിയും രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് സാറ് പറഞ്ഞു. 2-3 വന്നിട്ട് തന്നെ. പക്ഷെ ഇനിയും വരുമോ? പേടിയാ. സാറിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിട്ടോ സാറേ. ഞങ്ങളെ കുറച്ച് ജനങ്ങൾ ഇറങ്ങും. ഈ കേക്കച്ചിന് മറ്റേ മുരളീധരന് മറ്റേ രമേശ് ചെന്നിത്തല തോൽപ്പിച്ചല്ലാണ്ട് എനിക്കും എന്റെ പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരു രക്ഷ ഉണ്ടാവില്ല. അവരെ ഞങ്ങൾ തോൽപ്പിക്കും. ഈ പ്രാവശ്യം അവരെ തോൽപ്പിക്കും. 100% ഉറപ്പാണ്. അണികൾ തയ്യാറാണ്. എല്ലാ അണികളും തയ്യാറാണ്. എന്റെ പേര് വർഗീസ്. ചെങ്ങന്നൂർ. മാങ്കൂട്ടത്തിന് സ്വതന്ത്രനായിട്ട് നിന്നുകൂടെ സാറേ? അത് രാഹുലാണ് തീരുമാനിക്കേണ്ടത്. അവനെ തീരുമാനിപ്പിക്കണമല്ലോ. നമ്മൾ പറഞ്ഞു അവരുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അല്ലേ ഞങ്ങൾ പറഞ്ഞേനെ. ഡയറക്റ്റ് നമ്പറില്ല. സാറിന്റെ നമ്പർ തരുന്ന പോലെ അവർ ഈ താഴെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളിക്കാം. ആരുടെയും നമ്പർ തരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിളിക്കാനുള്ള നമ്പരും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു രാഹുലിനെ നേരിട്ട്. ഈ അതിജീവിത എന്ന് പറഞ്ഞവള് കോൺഗ്രസ്സുകാരിയല്ലേ, അവളെ എൻ്റെ അടുത്ത് കളയാൻ. അവളെ രാഹുലിന് മാത്രമേ ഉള്ള ബാധക. രാഹുലിനെ എടുത്ത് കളഞ്ഞപ്പോൾ അവളെ എടുത്ത് കളയണ്ടേ ഈ സതീശനെ? അല്ല, കോടതി ഇത് രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെയാണെന്ന് കോടതി തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അതെ, പാർട്ടിയിൽ നിന്ന് നമ്മളെ എൻ്റെ അടുത്ത് കളയാനാണ് ഞാൻ ചോദിക്കുന്നത്. കളയാത്തത് അതങ്ങനെ വേണ്ടപ്പെട്ടവരെ കളയാൻ പറ്റുമോ? സതീശൻ പറഞ്ഞിട്ടല്ലേ ഈ പണിക്ക് ഇറങ്ങിയത്? മോളാന്ന് പറയുന്ന ചുമ്മാതാ. അല്ലെ ഇങ്ങനൊക്കെ ചെയ്യുമോ? രാഹുലിനെ കോൺഗ്രസിൽ തന്നെ നിൽക്കാൻ പറയണം. എവര് ചെന്നിത്തല എവര് വേണു എല്ലാം കൂടെ ഒപ്പിക്കുന്നതാ. അവരെ 3 പേരെ എടുത്ത് കളയണം. അത് രാഹുൽ ഗാന്ധിയോടോ എങ്ങനെയും പറഞ്ഞിട്ട് അത് ചെയ്യിക്കണം. രാഹുൽ ഗാന്ധിയൊക്കെ ഇവന്റെ ബന്ദികളായിട്ട് അടിമയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നടന്നാൽ ഒക്കത്തില്ലല്ലോ. അവര് പിന്നെന്തിനാ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? അങ്ങനെ നിന്നാ ഒക്കത്തില്ലല്ലോ. ഇവിടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ കോവാലിനാണ് ഹൈക്കമാൻഡ്. വേറെ ഒന്നുമില്ല. ചുമ്മാ പറച്ചിലൊക്കെ ഉള്ളൂ. കമാൻഡ് ഒരു കമാൻഡും ഇല്ല. ഒരു കമാൻഡും ഇല്ല. ഇവിടുത്തെ തേൻകണിക്കാരന്മാരും ഇവന്മാരൊക്കെയാണ് ഇതിന്റെ. അതെ, രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അവരാരെങ്കിലും ഇടപെട്ടിട്ട് ഇത് നേരെ കൊണ്ടുവരണം. രാഹുലിനെ നിർത്തണം. പാർട്ടിയിൽ എടുപ്പിക്കണം. വേണ്ടിയത് സതീശനെ ഓടിക്കളയാൻ പറയണം. സതീശനായി വേറെ വെക്കുന്ന എല്ലാം അവനാരാ പാർട്ടിയിൽ? ഇച്ചിരി കഴിവുള്ള ഒരു കൊച്ചൻ അവനേ ഉള്ളൂ. മനുഷ്യരെ നമുക്കൊക്കെ നാളെ ഒരു പ്രശ്നം വന്നാലും ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവൻ അവനേ ഉള്ളൂ. ഈ സതീശൻ ചേർത്ത് പിടിക്കുമോ? രാഹുലിനെ കളഞ്ഞോളൂ തന്നെ കളയും. അവനും നമ്മളൊരു കാര്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ ചേർത്ത് പിടിക്കുന്നവരോ നമ്മളെ ചേർത്ത് കൊലയാളികളെ വരെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. അതുപോലെ നമ്മളെയും ചേർത്ത് പിടിക്കും. നമ്മളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ ഇങ്ങനെ തള്ളുതല്ല. അന്നേരം നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് രാഹുലിനെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെയൊക്കെ തള്ളിക്കളയും. ചേർത്ത് പിടിക്കുമോ? പിടിക്കത്തില്ല. അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവർ വേണം കയറി വരാൻ. ഷാഫി പറമ്പിക്കും കഴിവുണ്ട്. പക്ഷെ അതിലും കഴിവായവന് ഇയാൾക്ക് രാഹുലിന് കഴിവില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഷാഫിയെയോ അല്ലെ ശ്രീനാദേവി കുഞ്ഞമ്മയോ വെച്ച് പണി കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ആരെങ്കിലും പാലക്കാട് നിർത്തിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഇവൻ സ്വതന്ത്രനായിട്ട് നിന്നാൽ അവര് നിൽക്കത്തില്ല. അവർ മാറും, ഒഴിഞ്ഞു മാറും. ഇവൻ സ്വതന്ത്രനായിട്ട് കയറി നിൽക്കണം രാഹുൽ. രാഹുൽ മൗനം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി വരണം. അതാ വേണ്ടത്. ആരും നമ്പരില്ല. അല്ലെ ഞങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞേന്. മൗനം വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. സ്വതന്ത്രനായിട്ട് ഇറങ്ങി നിൽക്കണം. അപ്പം മറ്റൊരു നിൽക്കത്തില്ല. അവർ മാറും. ഞാൻ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് പീറ്റർ ബേബി. ഞാൻ 70s ഉമ്മൻചാണ്ടിയോട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. ഒഴൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ചെയർമാനായിരുന്നു. ഇലക്ഷനെ പറ്റി കുറച്ചു കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കി പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ പയ്യനെ അവിടെ നിർത്തി സ്വതന്ത്രനായിട്ട് നിർത്തി ജയിപ്പിക്കണം. അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി പോവും. പിന്നെ കയറി വരാൻ പറ്റുകയില്ല. കോൺഗ്രസ്സുകാരെ ട്രസ്റ്റ് ചെയ്യരുത്. ഈ ചെന്നിത്തലയും കിന്നിത്തലയും എല്ലാം ഒന്നും സത്യസന്ധരായുള്ള ആളുകളല്ല. കിങ്ങിണിക്കുട്ടൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ആ പയ്യനെ ഇവരെല്ലാം കൂടെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.